പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ക്രൈസ്തവ പക്ഷത്തെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലാവുകയും ഒത്തിരി ചർച്ചയ്ക്ക് വിധേയമാവുകയും അനേകം കമൻറ്റുകൾ വരികയും ചെയ്തൊരു വീഡിയോ ആണ് ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ ചെയ്ത വീഡിയോ. ആ വീഡിയോയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ മുമ്പോട്ട് വെക്കുന്ന ഏതാനും ആശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ പറയാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായി ബഹുമാനപ്പെട്ട അച്ഛൻ മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന്, ക്രിസ്തീയ മേഖലയിൽ ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി മുമ്പോട്ട് നീങ്ങേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച്. ഓരോ റീത്തുകളും വ്യത്യസ്തമായ സഭകളും പാസ്റ്റർമാരടക്കമുള്ളവർ അവനവൻ്റെ വ്യക്തിപരമായ വ്യത്യാസം നിലനിർത്തിക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഉപരിയായി ക്രിസ്തുവിനോട് ചേർന്ന് ഉള്ളതൊരു ഐക്യത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വേദനയോടെയും ഗൗരവബോധത്തോടെയുമാണ് അച്ഛൻ പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച ഏതാനും ചിന്തകൾ അച്ഛൻ പങ്കുവെക്കുന്നുണ്ട്. മൂന്നാമത്, മെത്രാന്മാർ, സഭാ നേതൃത്വം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ചാണ്. ഇതിൽ 2 കാര്യങ്ങളോടും ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അതായത്, ക്രൈസ്തവ മേഖലയിൽ ക്രിസ്തുവിൽ നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഐക്യത്തിൻ്റെ വ്യത്യസ്തമായ റീത്തുകളും പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ തുടർന്ന് പോരുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് കടന്നുണ്ടാകേണ്ട ഒരു പൊതുധാരണ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ബോധ്യത്തെ അച്ഛൻ മുമ്പോട്ട് വെക്കുന്നതിനെ തർക്കമില്ലാത്ത വിധത്തിൽ, വിമർശനമില്ലാത്ത വിധത്തിൽ, ഒരു തരത്തിലുള്ളതായ എതിർപ്പുമില്ലാതെ ഞാനും അംഗീകരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനൊരു കാര്യമുണ്ട്. അച്ഛൻ, ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കാഴ്ചപ്പാട് വളരെ വിശാലമായിരിക്കും. ഞാനാകട്ടെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന, പ്രാദേശിക സഭയിൽ ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബനാഥനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ കാണുകയും കൊടുക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണതയിലോ സമഗ്രതയിലോ വലിയൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടായിരിക്കുകയില്ല. മറിച്ച് ഒരു ഭർത്താവ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടായിരിക്കും ഞാനിതിനെ കാണുക. ആ ഒരു പരിമിതിയുടെ കാഴ്ചപ്പാട് കൂടി ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. ഇപ്പോൾ വിശാലമായൊരു ഐക്യത്തിന് വേണ്ടി ഇനിയും ബഹുമാനപ്പെട്ട മഞ്ഞാക്കൽ അച്ഛനും മറ്റ് അച്ഛന്മാരോ അൽമായരോ സഭാ നേതൃത്വങ്ങളോ ഒക്കെ മുമ്പോട്ട് വരട്ടെ. ഇനിയും ഇത്തരം പ്രവാചക ശബ്ദങ്ങളും വീഡിയോകളും ഉണ്ടാകട്ടെ. അനേകർ ചേർന്ന് പ്രവർത്തിക്കട്ടെ. ഇതെല്ലാം നടക്കട്ടെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 2000 വർഷത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ ഇതിനൊത്തിരി സമയം പിടിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, അത് നടക്കട്ടെ, നടക്കേണ്ടത് തന്നെയാണ്. പ്രവൃത്തികളും പ്രസംഗങ്ങളും ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ പ്രായോഗിക തലം അടുത്ത സമീപഭാവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നത് വിശുദ്ധിയും വിശ്വസ്തതയും വീണ്ടെടുക്കുക എന്നുള്ളതിനായിരിക്കണം പ്രവാചക ശബ്ദങ്ങൾ കൂടുതലായി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവാചക ശബ്ദങ്ങൾ ഉണ്ടാകേണ്ടത്. വിശുദ്ധി, പാസ്റ്ററായിക്കൊള്ളട്ടെ, പുരോഹിതരായിക്കൊള്ളട്ടെ, മേൽപ്പട്ടക്കാരായിക്കൊള്ളട്ടെ, ക്രിസ്തീയ കർഷകരായിക്കൊള്ളട്ടെ, ക്രിസ്തീയ മറ്റ് ബിസിനസ്സുകാരായിക്കൊള്ളട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ, അവർ അടിയന്തരമായി എന്നെ തന്നെയും നമ്മൾ ഓരോരുത്തരെ തന്നെയും വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയും വിശ്വസ്തതയും വീണ്ടെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രായോഗികവും നമുക്ക് സമയമോ സമ്പത്തോ ആവശ്യമില്ലാത്തൊരു പ്രക്രിയയാണ്. പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓരോ കുടുംബത്തിൻ്റെ നാഥയും വിശുദ്ധിയും, ക്രിസ്തീയമായ വിശുദ്ധിയും വിശ്വസ്തതയും വീണ്ടെടുക്കട്ടെ. പ്രാദേശിക സഭാ നേതൃത്വങ്ങളും പ്രാദേശിക സഭാ സമൂഹങ്ങളും സുവിശേഷകരും വിശുദ്ധിയും വിശ്വസ്തതയും വീണ്ടെടുക്കട്ടെ. ഇതാണ് എന്നെ സംബന്ധിച്ച് ഇതിനോട് ചേർത്ത് വെക്കുവാൻ വളരെ ബലപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായി എനിക്ക് തോന്നുന്നത്. ഈ വിശുദ്ധിയും വിശ്വസ്തതയും വീണ്ടെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്, ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുമ്പോൾ ചില രാഷ്ട്രങ്ങളിലുള്ളതുപോലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ആശയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ അതിനോട് പൂർണ്ണമായും അങ്ങനെ ഒരു പാർട്ടി ഒരു രാഷ്ട്രത്തിൽ വരുന്നതിനെക്കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. അത് നീണ്ടുപോകുന്ന വിഷയമാകയാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മറിച്ച് എൻ്റെ എളിയ പരിമിതമായ അറിവിലും പരിചയത്തിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ രാഷ്ട്രീയമായ മേഖലയിൽ ഒരു ക്രിസ്ത്യൻ പാർട്ടി നമുക്കറിയാം, ഇന്ത്യൻ ക്രിസ്ത്യൻ ICSP എന്ന് പറഞ്ഞൊരു പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമുക്കറിയാം. അപ്പോൾ അതുപോലെ മറ്റു ചില സംഘടനകളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവരെല്ലാം വരട്ടെ. അപ്പം അതെല്ലാം വരാനും പ്രായോഗിക തലത്തിൽ ആകുവാനും സമയം പിടിക്കും. തീർച്ചയായും ആവശ്യമാണ്, വന്നുകൊള്ളട്ടെ. ഞാനും അതിനോട് തുറവി കാണിക്കുന്ന വ്യക്തി തന്നെയാണ്, ഉണ്ടാകേണ്ടത് തന്നെയാണ്, വരട്ടെ. പക്ഷേ സമയം പിടിക്കും. പക്ഷേ നമുക്ക് കളയാൻ സമയമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഈ ദുഃഖവെള്ളി തന്നെ മിൽമയുടെ കലണ്ടറിൽ നിന്ന് അപ്രത്യക്ഷമായി. ചാവറ അച്ഛൻ കേരളത്തിന് പകരം വെക്കാനില്ലാത്ത വിധം സാമൂഹ്യ പ്രതിബദ്ധതാ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ചാവറ അച്ഛൻ നമുക്കറിയാം
പാഠപുസ്തകങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട മേഖലയിൽ നിന്നും തമസ്കരിക്കപ്പെടുകയാണ്, മാറ്റി നിർത്തപ്പെടുകയാണെന്നുള്ള വിലാപം അനേക കോണുകളിൽ നിന്ന് ഉയർന്നു. പക്ഷേ അത് ആരും ചെവിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ മേഖലയിൽ ക്രിസ്ത്യൻ സ്വാധീനമില്ലാത്തത് കൊണ്ടാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ പക്ഷം സൃഷ്ടിക്കും നമ്മൾ കണ്ടു. KT ജലീൽ നിയമസഭയിൽ മദ്രസ അധ്യാപക ക്ഷേമനിധി ബില്ല് അവതരിപ്പിക്കുക നമ്മൾ കണ്ടു. തുച്ഛമായ സംഖ്യയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ക്രിസ്ത്യൻ ഇസ്ലാം സമൂഹങ്ങൾ തമ്മിൽ വിള്ളലുണ്ടാക്കി. ആ വലിയ ഒരു ദ്രോഹമാണ് ആ മനുഷ്യൻ ചെയ്തു വെച്ചത്. അപ്പോൾ KT ജലീൽ 80:20 സ്കോളർഷിപ്പിൽ 80-20 അനുപാതം കൊണ്ടുവന്നു. അതൊക്കെ തികച്ചും അനീതിപരമായ പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ്? അതെല്ലാം ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ളവർ രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിശ്വാസി രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഉള്ളവരാകട്ടെ നട്ടല് പണയം വെച്ചവരാണ്. MLA ആവുക, MP ആവുക എന്നതിലേക്ക് അപ്പുറത്തേക്ക് കടന്ന് ഭാരതത്തിൻ്റെ മതേതരത്വ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണ് ഉള്ള ക്രിസ്തുവിശ്വാസികളായ MLA മാർ. അപ്പം അതുകൊണ്ടാണ് ഈ 80:20 ഇവർ പറയുന്ന ന്യായമുണ്ട്. സച്ചാർ കമ്മിറ്റി അനുസരിച്ച് ആയതുകൊണ്ട് വെച്ചതാണെന്ന്. അപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം പിന്നോക്കാവസ്ഥ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാരത ഭരണഘടനയുടെ അന്തസത്ത. അങ്ങനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇത് പറയുവാനുള്ള ആർജവത്വം ക്രിസ്തീയ പക്ഷം എന്നുള്ള ഒരു MLAക്കോ ഒരു MPക്കോ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ക്രിസ്തു വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ താല്പര്യമുള്ളവരില്ല. അപ്പം നമ്മളിവിടെ ഒരു പാർട്ടിക്ക് വേണ്ടി കാത്തിരുന്നാൽ എന്ത് സംഭവിക്കും? ഇത്തരക്കാരിവിടെ ഉള്ളതുകൊണ്ട് KT ജലീലും അബ്ദുറഹിമാനും അഹമ്മദ് ദേവർകോവിലും ഇപ്പുറത്ത് വന്നാലോ VD സതീശനിലൂടെ വെളിച്ചം കണ്ട് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന ഹാഗിയ സോഫിയയ്ക്ക് വേണ്ടി ലേഖനം എഴുതിയ പുതിയ തലമുറയിൽപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇവരെല്ലാം എന്താണ് ചെയ്തത്? മതരാഷ്ട്രത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജഡരാഷ്ട്രത്തിന് വേണ്ടിയോ ഉള്ള പരിശ്രമത്തിലാണ്. അപ്പം നമുക്കിവിടെ കാത്തിരുന്ന് കളയാൻ സമയമില്ല. അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. അപ്പം അടിയന്തരമായി എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും പറയട്ടെ, ഗ്രഹനാഥനായതുകൊണ്ടും ഞാൻ ജീവിക്കുന്ന ഒരു പ്രായോഗിക തലത്തിലായതുകൊണ്ടും ഇവിടെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം ഇപ്പോൾ അടുത്ത ദിവസം ഇതാണ്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ സ്വവർഗ വിവാഹത്തിൻ്റെ ബില്ല് വരാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ MP ഈ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പം ശശി തരൂർ ആഗ്രഹിക്കുന്നതും സുപ്രീം കോടതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമൊക്കെ ഒന്ന് തന്നെയാകാനാണ് സാധ്യത. അപ്പോൾ ഒന്നുകിൽ ഈ ശശി തരൂരിൻ്റെയും ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ജഡവാദവും CPM ആഗ്രഹിക്കുന്ന ജഡവാദവും, അതല്ല എങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമും, അതല്ല എങ്കിൽ ശശികല ടീച്ചറും ഡോക്ടർ ഗോപാലകൃഷ്ണനും ഒക്കെ സ്വപ്നം കാണുന്ന ജാതീയതയിൽ അധിഷ്ഠിതമായ ഭൂരിപക്ഷ ഹിന്ദു മതസ്ഥർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മതരാഷ്ട്രം ഇവിടെ വരും. ഇതിലേതെങ്കിലും ഒന്ന് അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്മയിൽ മാത്രം അധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ തപ്പി നടന്ന് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് BJPയോട് ചേർന്നോ LDFനോട് ചേർന്നോ UDFനോട് ചേർന്നോ രാഷ്ട്രീയ താല്പര്യമുള്ളവർ തങ്ങളുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യൻ മൂല്യത്തിൽ അധിഷ്ഠിതമായി പഞ്ചായത്തിലും നിയമസഭയിലേക്കും ലോകസഭയിലേക്കും തങ്ങളുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മത്സരിക്കാൻ തയ്യാറാകണം. അങ്ങനെ താല്പര്യപ്പെട്ട് രംഗത്ത് വരുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നിയമനിർമ്മാണത്തിൽ അവരുടെ സാന്നിധ്യവും സ്വാധീനവും ഉറപ്പാക്കണം. അതുമാത്രമാണ് നമുക്ക് അടിയന്തരമായി ചെയ്യാൻ കഴിയുക. മാത്രവുമല്ല, ക്രിസ്തു രാഷ്ട്രീയത്തെ വിശദീകരിക്കുന്നത് ആ മേഖലയിൽ താല്പര്യമുള്ള ക്രിസ്തു വിശ്വാസികളിലൂടെയാണ്. അഥവാ ക്രിസ്തുവിനോട് തൻ്റെ ഹൃദയത്തെ ചായ്ച്ചു കൊടുക്കുന്ന വ്യക്തിയിലൂടെയാണ് രാഷ്ട്രീയ മേഖലയെ കർത്താവിന് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു വിശ്വാസി അവിടെ നിന്ന് മാറി നിൽക്കുകയും എനിക്ക് യോജിക്കാൻ പറ്റുന്നത് ഒന്നുമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്താൽ അത് അപ്രായോഗികമാണ്. അതുവഴി ഇവിടെ എന്തുണ്ടാകും? ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന് ഏതെങ്കിലും സംഭവിക്കും. ഒന്നുകിൽ പൊളിറ്റിക്കൽ ഇസ്ലാം, അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദു മതസ്ഥർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ഈ പറയുന്ന ശശികല ടീച്ചറും ഡോക്ടർ ഗോപാലകൃഷ്ണനും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വവും, അതല്ല എങ്കിൽ ശശി തരൂരിലൂടെയും LDFിലൂടെയും കടന്നു വരുന്ന ജഡവാദം, ഇതിലേതെങ്കിലും ഒന്ന് ഇവിടെ സ്വാധീനം ഉറപ്പിക്കും. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്നിനോട് തങ്ങളുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായി മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മൾക്ക് ആത്മീയ ജീവിതം എന്നതുപോലെ ശാരീരിക ജീവിതവുമുണ്ട്. ശരീരത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ശരീരം ഇവിടെ തുടരണം. അപ്പോൾ ഭാരത ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പള്ളിയിൽ എനിക്ക് പോകണമെങ്കിൽ ഞാൻ ഏത് ദിവസം പള്ളിയിൽ പോകണം, ഏത് ദിവസം പള്ളിയിൽ പോകരുത്, എത്ര നേരം പള്ളിയിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന അവരാണ്. അപ്പോൾ പ്രാർത്ഥന മാത്രം മതി എന്ന വാദമുയർത്തുമ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിൽ പ്രാർത്ഥന മാത്രം മതി എന്ന വാദവും ഒരു രാഷ്ട്രീയ പാർട്ടി ഉരുത്തിരിഞ്ഞ് വരാൻ
ദീർഘകാലമുള്ള കാത്തിരിപ്പ്, ഇത് രണ്ടും ഒരേപോലെ അപകടകരമാണ്. അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ താല്പര്യമുള്ള പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് വരട്ടെ. അവർ ഏതെങ്കിലുമൊക്കെ മുന്നണികളോട് ചേർന്ന് ഒരു ലെസ്സർ ഈവിൾ തിരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായ പ്രായോഗികമായൊരു തീരുമാനം എടുത്തേ മതിയാവുകയുള്ളൂ. ലോകത്തെ ക്രമത്തെ ദൈവം സൃഷ്ടിച്ചതാണ്, ആ ദൈവം മാറ്റട്ടെ. അല്ല നമുക്കിവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് കൂട്ടിയിട്ട് നശിപ്പിക്കാൻ പറ്റുമോ? പറ്റിയല്ല. നമ്മളോടൊരിക്കലും ക്രിസ്തു ഒരു മതരാഷ്ട്രം ലോകത്ത് സ്ഥാപിച്ചിട്ടില്ല. സകല സൃഷ്ടികളോടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകല സൃഷ്ടികൾക്കും വെളിച്ചം കൊടുക്കാനുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ ഇമ്മീഡിയറ്റായി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുക. രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരട്ടെ, അതിന് സമയമെടുക്കും. അപ്പോൾ ആ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അതാണ് രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് എനിക്ക് ചേർത്ത് വെച്ച് പറയാനുള്ള ചിന്ത. അവസാനമായി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ റബ്ബർ വിഷയത്തിലുള്ള ഇടപെടലിനെ കുറിച്ചാണ്. അതിനോടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിയോജിപ്പ് അച്ഛൻ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പേക്കൂത്തുകൾക്കെതിരെ അനേക കന്യാസ്ത്രീകൾ രംഗത്ത് വരും നമ്മൾ നാളുകളിൽ കണ്ടു. അതോടൊപ്പമാണ് ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ തങ്ങളുടെ വിശ്വാസ സമൂഹം അനുഭവിക്കുന്ന ഒരു അരക്ഷിതത്വ ബോധമുണ്ട്, അവരനുഭവിക്കുന്നൊരു അസ്വസ്ഥതയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഏതാനും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ മെത്രാന്മാരും രംഗത്ത് വരും നമ്മൾ കണ്ടു. ഇവരെന്തുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നു എന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് എന്നെ വേദനിപ്പിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ ക്രൈസ്തവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ എണ്ണം പറഞ്ഞ് സീറ്റ് മേടിച്ച് ജയിച്ചു പോകുന്ന ഒരു പറ്റം ആൾക്കാരിവിടെയുണ്ട്. MLA ബോർഡും MP ബോർഡും വെച്ചവരിവിടെയുണ്ട്. അവർ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർ ഇങ്ങനെ ചീത്ത കേൾക്കേണ്ടി വരികയില്ലായിരുന്നു, വിമർശിക്കപ്പെടേണ്ടി വരികയില്ലായിരുന്നു. ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് മേടിക്കാൻ മാരാരും എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെ തല പറഞ്ഞ് എണ്ണി സീറ്റ് മേടിക്കാൻ കുറച്ച് പേരും ചീത്ത കേൾക്കാൻ ഇങ്ങനെ ക്രൈസ്തവ നേതാക്കളുമായി തീരുന്നൊരവസ്ഥയുണ്ട്. ആരെങ്കിലും ഇത് വരണ്ടേ? ഈ സമൂഹം ഇങ്ങനെ ഒരു നേതാവില്ലാതെ അസ്വസ്ഥതപ്പെട്ട് ഇങ്ങനെ ഇരുട്ടിൽ തപ്പുമ്പോൾ ആരെങ്കിലുമൊക്കെ ശബ്ദിക്കട്ടെ. മാത്രമല്ല, ഈ ക്രൈസ്തവ നേതൃത്വങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, തങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് ആത്മീയ ജീവിതവും ആത്മീയ ഭക്ഷണവും ആവശ്യമുള്ളതുപോലെ തന്നെ ശരീരത്തിനും ഭക്ഷണം ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവുള്ള സഭാപിതാക്കന്മാരാണ് ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്നത്. ക്രൈസ്തവ പക്ഷത്തിന് നിസ്സംഗതയുടെ അപകടം മനസ്സിലാകണമെങ്കിൽ ദൂരേക്കെങ്ങും പോകണ്ട, യൂറോപ്പിലേക്ക് നോക്കിക്കൊള്ളൂ. കൃത്യമായ അടയാളമുണ്ട്. യൂറോപ്പ് അതിൻ്റെ ക്രൈസ്തവികത നഷ്ടപ്പെടുമ്പോൾ പകരം വരുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാമും ജഡവാദവുമാണ് അവിടെ കടന്നു വരുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ക്രൈസ്തവരുടെ രാഷ്ട്രീയ നിസ്സംഗതയാണ് ഇതിൻ്റെ കാരണം. ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ ക്രൈസ്തവർ കാണിച്ച മടി, പേപ്പർ വായിക്കുന്നത് മാറ്റിവെച്ചു, രാഷ്ട്രീയം സംസാരിക്കുന്നത് മാറ്റിവെച്ചു. പൂർണ്ണമായും ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരുതരം വേറിട്ട് നിൽപ്പാണെന്നുള്ള ധാരണയിലേക്ക് എത്തുകയും അതുവഴി ഉണ്ടായിത്തീരുക അപകടമാണിത്. മറ്റൊന്നും വേണ്ട. 1400 വർഷമായി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഭൂമിയിൽ ജന്മമെടുത്തിട്ട് രൂപം കൊണ്ടിട്ട് അതിനുശേഷം മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവരുടെ അവസ്ഥ എന്താണ്? യസീദികളുടെ അവസ്ഥ എന്താണ്? വിരൽത്തുമ്പിൽ നമുക്കിത് ലഭിക്കും. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്തുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ പകരം എന്ത് കടന്നു വന്നു? ദൈവത്തിന് മതമുണ്ടെന്ന് ചിന്തിക്കുന്ന, ദൈവത്തിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ കൂടുതൽ കുർലീയങ്ങളെ കിട്ടുന്ന ഒരു വിശ്വാസം അവിടെ കടന്നു വന്നു. ക്രൈസ്തവരുടെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നിസ്സംഗത എന്തിനു വളം വെക്കും? എതിർ ക്രിസ്തുവിന് വളം വെക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിച്ച അഭിവന്ദ്യ മെത്രാന്മാരായിക്കൊള്ളട്ടെ, മറ്റു തിരുമേനികളായിക്കൊള്ളട്ടെ, ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ഒരു അഭിവന്ദ്യ മെത്രാപ്പോലീത്ത പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനുള്ളവരല്ല മെത്രാന്മാരെന്ന്. തീർച്ചയായും അവർക്ക് ആത്മീയ വിശ്വാസ സമൂഹത്തിന് ആത്മീയമായ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ശാരീരിക ഭക്ഷണവും ആവശ്യമുണ്ട്. മറ്റൊന്ന് ഞാൻ പറയാം, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, എന്ന് പള്ളിയിൽ പോകണം, എപ്പോൾ പള്ളിയിൽ പോകണം, എത്ര നേരം പള്ളിയിൽ പോകണമെന്ന് ആര് തീരുമാനിക്കും? രാഷ്ട്രീയക്കാർ തീരുമാനിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ടാകും. ആണും കിട്ടാൻ നിയമമുണ്ടാക്കുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഓൾറെഡി ബില്ല് വന്നു. കേന്ദ്ര സർക്കാർ അതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ CPM-ഉം ശശി തരൂർ അടങ്ങുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ നിസ്സംഗത മൂലം ഇത്ര അപകടം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കൃത്യ ശബ്ദം പുറപ്പെടുവിക്കട്ടെ. ഈ മെത്രാന്മാർ പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യല, ഇവരെ ആരും വില വെക്കുകയില്ല, അങ്ങനെയാന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് സുധാകരൻ അടങ്ങുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കൾ ഓടി പോയി ഇവരെ കാണുന്നത് എന്തിനാണ്? അപ്പോൾ ഇവരുടെ ശബ്ദത്തിനൊരു വിലയുണ്ട്. അത് എണ്ണത്തിൻ്റെ വിലയല്ല നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ പോലും 2.3% വരുന്ന ഒരു വിഭാഗത്തിൻ്റെ നേതാക്കൾ, ആത്മീയ നേതാക്കൾ ശബ്ദിച്ചപ്പോൾ അത് കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചു കുലുക്കിയെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്?
അതിൻ്റെ കാരണം നമ്മളിങ്ങനെ സഭയിലേക്കും സഭാ നേതൃത്വങ്ങളിലേക്കുമൊക്കെ ഒത്തിരി കുറ്റങ്ങൾ ആരോപിക്കുമ്പോഴും ഇവരുടെ ശബ്ദത്തിന്, അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിനപ്പുറത്തേക്ക് കടന്ന് അവർ പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു അതിൻ്റെ മേലൊരു ആവസിക്കലുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ അസ്വസ്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഏത് നിലയ്ക്കും അവഗണിച്ച് കളയാവുന്നതേ ഉള്ളൂ ഒരു മെത്രാൻ്റെ ശബ്ദം. എന്തുകൊണ്ടാണ് അത് അവഗണിക്കാൻ പറ്റാതെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ ചാപ്പ കുത്തപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഇത്തരം ശബ്ദത്തിൻ്റെ ആവശ്യകതയുണ്ടാകുന്നുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, യഥാർത്ഥത്തിൽ ശബ്ദം പുറപ്പെടുവിക്കേണ്ടവർ ശബ്ദം പുറപ്പെടുവിക്കാതെ കൊണ്ടാണ് ഇവരിത് ചെയ്യേണ്ടി വരും, നമ്മൾ ഓർക്കണം. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴും തിരുവചനത്തിലേക്ക് കൂടി നോക്കേണ്ടതുണ്ടല്ലോ. അവിടെ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ്. അപ്പം വേണ്ട എന്നല്ല പറയുന്നത്, അപ്പവും വചനവും ഒരുമിച്ച് പോകേണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് പ്രതിസന്ധിയെ കാണുന്ന സഭാപിതാക്കന്മാർ, മെത്രാന്മാർ ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ, പ്രവാചക ധീരതയോട് സംസാരിക്കുമ്പോൾ അത് ഒരു വഴിമാറ്റമായി കാണേണ്ടതുണ്ട് എന്നുള്ളതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വീണ്ടും നോക്കിക്കേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം വിശക്കുന്നുവെന്നറിയുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിനെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, പട്ടണമാണെങ്കിൽ അങ്ങ് ദൂരെ. പിന്നെ എന്തുണ്ട്? 5 അപ്പവും 2 മത്സ്യവുമുണ്ട്. ഉള്ളത് കൊടുത്തപ്പോൾ കർത്താവ് അത് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അതാത് മേഖലയിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുത്താൽ മാത്രമേ കർത്താവിനോട് ഇടപെടാൻ പറ്റുകയുള്ളൂ. വിശപ്പിൻ്റെ മേഖലയിൽ പങ്കുവെക്കണം. രാഷ്ട്രീയ മേഖലയിൽ കൃത്യമായി ജീവിക്കണമെങ്കിൽ അവിടെ ക്രിസ്തുവിശ്വാസികൾ, രാഷ്ട്രീയ താല്പര്യമുള്ളവർ, എല്ലാവരും രാഷ്ട്രീയം പ്രവർത്തിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ താല്പര്യമുള്ളവർ അവിടെ കൃത്യമായ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തണം. എന്നാൽ മാത്രമേ ആ മേഖല വിശുദ്ധീകരിക്കാൻ കർത്താവിന് സാധിക്കുകയുള്ളൂ. നമുക്ക് ലഭിച്ചിരുന്ന കൃപയുടെ താലന്ത് അതാത് മേഖലയിൽ നമ്മൾ കർത്താവിന് കൊടുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം സമരമടക്കം നോക്കുക. ആ സർക്കാർ പാവപ്പെട്ടവൻ്റെ സർക്കാരാണ്. 5 വർഷമായി ആ ജനതയെ സിമൻറ്റ് ഗോഡൗണിലിട്ടിരുന്ന് ഓർക്കണം. അവരുടെ പേര് പറഞ്ഞ് ജയിച്ചു പോകുന്ന പഞ്ചായത്ത് മുതൽ മുകളിലോട്ടുള്ള രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നു? സുഖമായി ജീവിക്കുകയാണ്. അദാനിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നേരമുണ്ട്, എന്നാൽ ഇവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് ഓർക്കണം. നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ കിടപ്പാട് വിട്ടുകൊടുക്കാൻ തയ്യാറായവരെ സിമൻറ്റ് ഗോഡൗണിൽ ഇടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് തീർച്ചയായും ഞാനത് ദൈവീകമാണ്, ക്രിസ്തീയമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബഫർ സോൺ വിഷയത്തിലും കർഷക ജനത അനുഭവിക്കുന്ന വിഷയത്തിലും ഇടപെടുന്നതിനെ അങ്ങേയറ്റം ദൈവികമായി തന്നെയാണ് ആ മേഖലയിൽ ഞാൻ കാണുന്നത്. അതോടൊപ്പം മനസ്സിലാക്കണം, ഇവരാരും തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നില്ല. ഈ മേഖലയിൽ വിളിക്കപ്പെട്ട് നടക്കുന്നവരുടെ നട്ടെല്ല് പണയം വെക്കുന്ന അവസ്ഥകൾ ആത്മശോധന ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയുമാണ് കൂടുതൽ ആവശ്യം ഈ വിഷയത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത നാളുകളിൽ ഒട്ടുമിക്ക പേരും കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. ഒരു പൗരസ്ത്യ സഭാപിതാവിൻ്റെ പ്രബോധനമുണ്ട്. മനോഹരമായ ഒരു വചനം പങ്കുവെക്കുന്നുണ്ട് ആ പൗരസ്ത്യ സഭാപിതാവ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നുണ്ട്, പക്ഷേ കർത്താവ് കല്ലുരുട്ടി മാറ്റുന്നില്ല. എന്നിട്ട് ആ പിതാവ് പഠിപ്പിക്കുകയാണ്, നീ ചെയ്യേണ്ട പണി നീ ചെയ്യണം, കർത്താവ് ചെയ്യില്ല എന്ന്. കല്ലുരുട്ടി മാറ്റാൻ നിനക്ക് പറ്റും, അത് നിന്നെ കൊണ്ട് ചെയ്യിക്കും കർത്താവ്. എന്നാൽ മരിച്ചവന് ജീവൻ കൊടുക്കാൻ കഴിയുന്നവൻ കല്ലുരുട്ടി മാറ്റുന്നില്ല. അപ്പം പിതാവ് കൃത്യമായി പഠിപ്പിക്കുന്നു. ഇതിനെ നമുക്ക് മറ്റു രീതിയിൽ കാണാൻ പറ്റും. നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ ഈ പറയുന്ന പുത്തൻ ആത്മീയതയുടെ മേഖലകളോ ഒന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവർ സിമ്പിളായൊരു ദൈവശാസ്ത്രം പറയുമായിരുന്നു. താൻ പാതി ദൈവം പാതി എന്നുള്ള സിമ്പിളായ ദൈവശാസ്ത്രം അവർ നമ്മെ പഠിപ്പിക്കുമായിരുന്നു. സിമ്പിളായ ഭക്തിമാർഗം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നു. താൻ പാതി ദൈവം പാതി. ദൈവം പ്രസാദിക്കണമെങ്കിൽ പ്രാർത്ഥനാപരമായിട്ട് ആത്മീയമായി അധ്വാനിക്കണമെങ്കിൽ ശരീരത്തെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ശാരീരികമായി അധ്വാനിക്കണം. ഇത് തമ്മിൽ എതിർദിശയിൽ സഞ്ചരിക്കുന്നവയല്ല, പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നാൽ മാത്രം നിലനിൽക്കുന്ന ഒരമൂല്യ നിധിയാണ് ജനാധിപത്യം. അത് പ്രാർത്ഥന തിരഞ്ഞെടുത്തവരായിക്കൊള്ളട്ടെ, കാരുണ്യ പ്രവൃത്തികൾ തിരഞ്ഞെടുത്തവരായിക്കൊള്ളട്ടെ, സുവിശേഷ മേഖല തിരഞ്ഞെടുത്തവരായിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, കാർഷിക മേഖലയായിക്കൊള്ളട്ടെ, ഏത് മേഖല തിരഞ്ഞെടുത്ത വ്യക്തിയെയും ജനനം മുതൽ മരണം വരെ ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ ഉടുക്കണം, എന്തുടുക്കണം, എപ്പോൾ ഉടുക്കണം എന്ന് തീരുമാനിക്കുന്നതും, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ പറയുന്ന ഭരണാധികാരികളാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവരാണ്, ഉദ്യോഗസ്ഥരാണ്. അവരെ കയറൂരി വിട്ടാൽ ഇവിടെ വന്നു ചേരാൻ പോകുന്നത് എന്തായിരിക്കും?
എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഒന്ന്. രണ്ടാമത്, ഇതിനു വേണ്ടി ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് അത് വരട്ടെ, തീർച്ചയായും വരേണ്ടത് തന്നെയാണ്, ഒരു വിയോജിപ്പും എനിക്കതിനില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയുള്ള വലിയതും മഹനീയവുമായ പ്രവർത്തികളും ഇത്തരം പ്രബോധനങ്ങളും ഇനിയും നടക്കട്ടെ, അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നുള്ളത് അംഗീകരിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ സ്വയം വിശദീകരിക്കുകയും സ്വയം വിശ്വസ്തതയിലേക്ക് വരികയും തന്നാലാകുന്നത് നമുക്ക് ചെയ്യാനുള്ളതായ സമയമാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തുവിന് രാഷ്ട്രീയ മേഖല വിശദീകരിക്കാൻ എന്നെ ആവശ്യമുണ്ട്, ക്രിസ്തുവിന് കാർഷിക മേഖലയെ വിശദീകരിക്കാൻ എന്നെ ആവശ്യമുണ്ട്. ക്രിസ്തു നേരിട്ട് വന്നിട്ട് ഈ മേഖലകളിൽ പ്രവർത്തിക്കുകയില്ല. ക്രിസ്തുവിന് ബിസിനസ് മേഖലയെ വിശദീകരിക്കാൻ എന്നെ ആവശ്യമുണ്ട്, ക്രിസ്തുവിന് സുവിശേഷം കൊടുക്കുവാൻ എന്നെ ആവശ്യമുണ്ട്, ക്രിസ്തുവിന് കാരുണ്യ പ്രവർത്തികൾക്ക് എന്നെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നിലൂടെ ക്രിസ്തു ഈ മേഖലകളെയെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ നിന്നുകൊടുക്കുക. ഈ അതാത് മേഖലയിൽ വിളി ലഭിച്ചവർ വിശുദ്ധിയും വിശ്വസ്തതയും വീണ്ടെടുക്കുക എന്നുള്ള ഉടനെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ ചെറിയ ജീവിതം നയിക്കുന്നവനായതുകൊണ്ടും ഒരു കുടുംബസ്ഥനായതുകൊണ്ടും ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച സിമ്പിളായ ദൈവശാസ്ത്രം നമുക്ക് ഓർത്തിരിക്കാം. രണ്ടാമത്, കർത്താവിനിവിടെ പ്രവർത്തിക്കാൻ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും എന്നാണ് പറഞ്ഞത്. ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞത് ടാഞ്ചിബിളായ, സ്പർശിക്കാൻ സാധിക്കുന്ന, നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന മേഖലകളാണ്. അവിടെ കേടുകൂടാതെ കർത്താവിന് ആ മേഖലകളെ സൂക്ഷിക്കണമെങ്കിൽ എന്നെ ആവശ്യമുണ്ട്. ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, യൂദത്തിൻ്റെയും എസ്തേറിൻ്റെയും തോബത്തിൻ്റെയും എല്ലാം പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട്, വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും കാർഷിക മേഖലയെ, പശുവളർത്തൽ മേഖലയെ, ബിസിനസ് മേഖലയെ, രാഷ്ട്രീയ മേഖലയെ, ഉദ്യോഗസ്ഥ മേഖലയെ വിശദീകരിക്കുവാൻ എൻ്റെ ആവശ്യമുണ്ട് എന്ന് കർത്താവ് മനസ്സിലാക്കുന്നുവെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എന്നെ പരിമിതപ്പെടുത്തുന്ന എൻ്റെ കൊച്ചു ജീവിതമുണ്ട്. എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൻ്റെ ചിന്തകൾ പങ്കുവെക്കുമ്പോഴും അച്ഛൻ്റെ ഉന്നതവും കുലീനവുമായ ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും രാഷ്ട്രീയ സംവിധാനത്തിന് വേണ്ടിയുമുള്ള ഉന്നതവും വിശാലവുമായ കാഴ്ചപ്പാടുകൾ പൂവണിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.